Yes, bro. നിസാമിന് നിസാം മൈക്ക് ടെസ്റ്റിംഗ് ഓക്കെ കണ്ടോ ഫേസ് ഐ ഡി കണ്ണടന്റെ ഉള്ളിൽ കൂടെ ഡിറ്റക്ട് നമ്മളെ ഐഫോൺ അത് വേറെ സെറ്റ് ചെയ്യണം. കണ്ട ലൈവ് കണ്ടിരിക്കണം, ഒരാള് വാച്ച് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. ആരാണത്? ഞാൻ കേറിയിട്ടില്ല. ഇക്ക് ഈ ആതിരന്റെ അവിടെ പോയിട്ട് അങ്ങനെ ഇല്ല നായി ഓ നമ്മളെ ഒതന്റിക്കേഷൻ API ബിൽഡ് ചെയ്യാൻ പോവാണ്. ലൈവ് പോകണ്ട് എന്താ വിചാരിച്ചു നമ്മളെ ഒരാള് വാച്ച് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. ആരാണത്? ലൈവ് ചാറ്റിൽ അങ്ങനെ റിപ്ലൈ കൊടുത്തോ? ഓക്കെ, സൗണ്ട് കുറച്ച് കേട്ടായിട്ടോ, അല്ലെ ഈ പ്രശ്നമാണ്. കമന്റ് വരുമ്പോ പറയാൻ ഞാൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ഹ്യൂമൻ അസിസ്റ്റന്റിനെ ഞാൻ വെച്ചിട്ടുണ്ട് വിത്ത് 1 ലഡു. ഒരു ലഡു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ റവന്യൂ അത്ര ഉണ്ട്. അപ്പൊ അതുകൊണ്ട് 1 ലഡു കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് ഒരാളെ അസിസ്റ്റന്റ് ആയിട്ട് കിട്ടും അല്ലെ? വാട്ട് ദ ഹെൽ ബ്രോ, ഓറ ഡെഡ്, ഓറ ചത്തു. എന്താടാ അടങ്ങിയിരിക്ക്. സജാദ് W, യെസ് ബ്രോ W. KLR4P, KLR4P, how are you bro? How are you? What's up? മച്ചാനെ ലുഫ്തയുടെ ലഡു ആണോ? ലുഫ്തയുടെ ലഡു അല്ലടാ, ലുഫ്തന്റെ ലഡു അല്ല, ഇത് നമ്മടെ നിസാം എന്തിന്റെ ലഡു? ലുഫ്തന്റെ ലഡു അല്ല, ഡേഗൺ ഗെയിമിംഗ്. യോ ലുഫ്തന്റെ ലഡു അല്ല. എന്താണ് നിസാമ, എന്തിന്റെ ലഡു ആണ്? കമന്റിന് റിപ്ലൈ തരുന്നതായിരിക്കും നമ്മുടെ ലഡു കഴിച്ച അസിസ്റ്റന്റ്. ഓക്കെ, ലെറ്റ്സ് ഗോ. നമ്മൾ ഇന്ന് സൗണ്ട് ഉറക്ക് ബ്രോ, എക്കോ അടിക്കൂലേ? എന്താണ് അതിന് വേറെ ലഡു ആണോ? എന്താ ലഡു കൂടല്ലോ. ലെറ്റ്സ് ഡു. എന്ത് മച്ചാനെ ലൈവ് പൊളിക്കാം. ഓറ ചത്തു. അയ്യോ, എന്റെ പ്രധാനപ്പെട്ട കോഡുകളെല്ലാം ലീക്കായി പോകും. ഇന്ന് എന്താ പരിപാടി? ഇന്നത്തെ പരിപാടി നമ്മൾ ഫ്രഷ് ആയിട്ട് ഒരു ഒതന്റിക്കേഷൻ API ക്രിയേറ്റ് ചെയ്യാൻ പോകണം. സോ അയ്യോ യാ ബ്രോ, APIക്ക് എന്ത് പേരിടും? ഇതിന് 2 കൊല്ലം കഴിഞ്ഞിട്ടേ വരുള്ളൂ റിപ്ലൈ. കാരണം എന്താ അറിയോ? ലേറ്റൻസി, സർവർ തമ്മിലുള്ള കണക്ഷൻ. ഞാൻ പറഞ്ഞത് കുറച്ച് കഴിഞ്ഞിട്ട് ഹോളി ഷിറ്റ്, കോഡ് ലീക്ക്. ഷിറ്റ്, അതാണ് ഓറ ഡെഡ്. ഓ മോഡറേറ്റർ. അതാണ് ഓ മോഡറേറ്റർ ആണ്. ഹോളി ഷിറ്റ് എന്ന് നമ്മളെ പ്രൊജക്റ്റിന് നമ്മൾ പേരിടുന്നു. യാ ബ്രോ, ദാറ്റ്സ് നൈസ് നെയിം. ബോട്ടൊന്നല്ല, എന്താ ഓറ ഡെഡ് ബോട്ടാണോ എന്നുള്ള സംശയം ആർക്ക്? യാ ഇല്ല, മാറ്റി ബ്രോ. പ്രൊജക്റ്റിന്റെ പേര് ഹോളി ഷിറ്റ്. ഹോളി ബ്രോ, ലഡു പോരാ ഉണ്ട്. കമന്റിന് റിപ്ലൈ ഒന്നും കൊടുക്കുന്നില്ല. കേക്കണ ബ്രോ. API എന്താണ്? API എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ് എന്ന് പറയും. ഓക്കെ, മനസ്സിലായില്ലേ? മനസ്സിലായി. APIക്ക് ഇങ്ങനത്തെ പേരൊന്നും ഹോളിഷിറ്റ് API, വിശുദ്ധമായ ഷിറ്റ്, വിശുദ്ധമായ അപ്പി. മനസ്സിലായില്ലേ ബ്രോ? ഐ നോ
ഓക്കെ. നമ്മൾ ആദ്യം തന്നെ ഇത് ചെയ്യാൻ പോകുന്നത് Node.js-ലാണ്. സോ കമന്റ് ഒക്കെ ലൗഡായിട്ട് വായിക്കൂ ബ്രോ. 2 ലഡു അല്ല, 1 ലഡു അല്ല തന്നത്. മോഡറേറ്റർ പൊളി തന്നെ. യെസ് ബ്രോ. റവിൻ YT7 എന്താ W. ഓക്കെ. സജാദിനെ വെച്ച ബ്രോ. നമ്മൾ Node.js ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് നോഡ് ബ്രോ ഈസ് ഹൈ ഓൺ ലുഫ്ത കലയാക്കണ്ട്. യെസ് യെസ്. ലുഫ്ത ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി. കണ്ടോ കണ്ടോ അങ്ങനെ ടൈറ്റ് ആയിട്ടിരിക്കുന്നു. യെസ് ബ്രോ. ഇൻസ്റ്റാൾ ഫസ്റ്റ് നമുക്ക് നമ്മുടെ ഈ പാക്കേജ് അല്ല, പ്രൊജക്റ്റ് ഒന്ന് കോൺഫിഗർ ചെയ്യണം. സോ നമ്മൾ ഈ Node.js കോൺഫിഗർ ചെയ്ത് Node.js-ന്റെ ഫയൽ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ. നമ്മളെ ലഡു കൊടുത്തത് പോരാന്ന് തോന്നുന്നു. അപ്പൊ സൂപ്പർ ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊരു ലഡു കൂടെ വാങ്ങിക്കൊടുക്കാം അല്ലേ? കേക്ക് മതി പറഞ്ഞേ. അപ്പോ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, ഇതിന് ഒരു express.js എന്ന് പറഞ്ഞൊരു ഫയൽ സാധനമുണ്ട്, അത് ഇൻസ്റ്റാൾ ചെയ്യണം. അത് ഇങ്ങനെയാണോ അടിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഓവർ അടിച്ചാൽ ചാവും മച്ചാനെ. ഷുഗർ ആണ് ബ്രോ. ഷുഗർ പ്രശ്നമാണ്. നമുക്ക് ഷുഗർ നോർമൽ ആട്ടോ, നമ്മൾ പോയി ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. express.js ഞാൻ യൂസ് ചെയ്തിട്ട് കാലം മറന്നു. സോ നമുക്ക് അതിന്റെ ഒരു ഡോക്യുമെന്റേഷൻ നോക്കേണ്ടതായിട്ടുണ്ട്. npm ഇനി കമന്റ് ബ്രോ എന്തെങ്കിലും പുതിയതായിട്ട് കമന്റ് വരട്ടെ, ഫ്രഷ് ആയിട്ടുള്ള കമന്റ് വരട്ടെ അല്ലേ? ഈ വേണേ കടന്ന് മോഡറേറ്റ് ചെയ്താൽ മതി. ഓനെന്റെ കുട്ടിക്ക് വിളിക്കാൻ പോയിക്കണം. ഓറെഡഡ് എവിടെ ഉള്ളതാണ്? ലൊക്കേഷൻ പറയൂ. നീല കളർ ഞാൻ കൊടുത്തു മോഡറേറ്റർ. ആഹാ, നീല നിറം മുഖത്തോട്ടടിക്കുന്നു കർത്താവേ. എന്താണ്? അസ്സലാമു അലൈക്കും. മാക്ബുക്ക് എയർ M4 13 ഇഞ്ച്. യെസ്. എന്താ ചോദിച്ചത്? ഏതാണ് സിസ്റ്റം എന്നല്ലേ? 13. യെസ് ബ്രോ, അതന്നെ കറക്റ്റ് ഗസ്. എൻ്റെ ആകെ ഒരു മന്തി സാലറി യൂട്യൂബിൽ നിന്ന് റവന്യൂ ഇട്ടെ. എങ്ങനെ എത്ര കൊടുക്കാത്ത മന്തികൾ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഒരു ജാവാസ്ക്രിപ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ജാവാസ്ക്രിപ്റ്റ് എന്താണെന്ന് ചോദിച്ചു വരരുതേ, അതൊന്നും ഇവിടെ എടുത്തു കൊടുക്കൂല. നമ്മളൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു, അതിനകത്തോട്ട് ജാവാസ്ക്രിപ്റ്റിനെ കോൾ ചെയ്യുന്നു, റിക്വയർ എക്സ്പ്രസ്. ഓക്കെ 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 ഓക്കെ. അപ്പൊ നമുക്ക് ഇതിനെ ഒരു ആപ്പ് ആക്കിയിട്ട് എന്ത് ചെയ്യണം, എക്സ്പ്രസിന്റെ ഫംഗ്ഷൻ വിളിക്കണം. സോ എക്സ്പ്രസിന്റെ ഫംഗ്ഷൻ വിളിച്ചു, ദെൻ ഇവിടെ എന്തോ ചെയ്യും, അത് എനിക്ക് എന്താന്ന് എനിക്ക് ഓർമ്മയില്ല. സോ നമുക്ക് വീണ്ടും ഡോക്യുമെന്റേഷൻ നോക്കണം. യെസ് ബ്രോ. ആപ്പിന് നമ്മൾ ലിസൺ ചെയ്യണം. ഏത് പോർട്ടിലോട്ട് ലിസൺ ചെയ്യണം? സജാദ് അന്റെ നാരങ്ങ വെച്ച് ബാറ്ററി ചാർജ് ആക്കണ വീഡിയോ ഒക്കെ എവിടെ? അതൊക്കെ നമ്മൾ ഡിലീറ്റ് ആക്കിയില്ല ബ്രോ. അത് പിന്നെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരാളാണ്, ഒരു മഹത്തായ വ്യക്തിയാണ് എന്റെ കൂടെ ഇരിക്കുന്നത്. യെസ് ബ്രോ. ഹോളി ഷിറ്റ് ഈസ് റണ്ണിങ് ഓൺ പോർട്ട് 3000. ഓക്കെ, ഗോട്ട് ഇറ്റ്. JavaScript is simple and powerful. Okay. npm i nodemon നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. സേവ് ഡവ്. ഓക്കെ ഓക്കെ ഓക്കെ, മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലാത്ത ആൾക്കാർ സംശയങ്ങളൊക്കെ ചോദിക്കുക. സംശയങ്ങൾ ക്ലിയർ ചെയ്തിരിക്കാൻ ഞാൻ അസിസ്റ്റന്റിനെ വെച്ചിട്ടുണ്ട് അല്ലേ?
ഒരു ലഡു ഫോർ വൺ ആൻസർ, ഓൺലി വൺ ആൻസർ. അപ്പൊ നമ്മളിവിടെ നമ്മുടെ ഡെവലപ്മെന്റ് സ്റ്റേജ് എല്ലാം ഇവിടെ കോൺഫിഗർ ചെയ്യുന്നു. ഓക്കെ, നോഡ് മോൺ ഇവിടെ വിളിച്ചിട്ടുണ്ട്. പീക്കസ്റ്റ് കണ്ടന്റ് ഓഫ് 2020 യൂട്യൂബ്. യെസ് ബ്രോ. എത്ര കെ വ്യൂസ് ആയിരുന്നു നമുക്ക്? കെ ഒന്നുമല്ല, ബില്യൺസും വരുന്നു. 400K അല്ലേ? യെസ്, നമ്മളെ ഹോളി ഷിറ്റ് ഈസ് റണ്ണിങ് ഓൺ പോർട്ട് 3000. യെസ് ബ്രോ. സോ നമുക്ക് ഹോളി ഷിറ്റ് ബ്രൗസ് ചെയ്യാം. ലോക്കൽ ഹോസ്റ്റ് 3000. ബ്രോ cannot get സ്ലാഷ്. ദാറ്റ് മീൻസ് സ്ലാഷ് കിട്ടുന്നില്ല. സോ നമ്മളിവിടെ ഒരു റൂട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. റൂട്ട് ഇപ്പൊ എങ്ങനെയായിരുന്നു? ആപ്പ് ഡോട്ട് ഗെറ്റ്. യെസ് ബ്രോ, ഗെറ്റ് സ്ലാഷ് റൂട്ട് വിളിക്കുമ്പോ നമ്മൾ അതിന്റെ എന്തോന്നൊക്കെ വരുന്നത്, റിക്വസ്റ്റും റെസ്പോൺസും ഹാൻഡിൽ ചെയ്യണം. സോ CJS എന്താ? ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, എന്തോ സംഭവമാണ്. ഞാൻ ബാക്ക് എൻഡിലാണ് കൂടുതൽ വർക്ക് ചെയ്യല്. സോ ക്ലയന്റ് സൈഡിലെ കൂടുതൽ കാര്യങ്ങൾ എനിക്കറിയില്ല. ഇവിടെ ഒരു ട്രൈ ക്യാച്ച് ആഡ് ചെയ്യാം. എറർ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? ആ എററിനെ ലോഗ് ചെയ്യണം. ഇറ്റ് oops return return response dot status 500. സർവർ എറർ ആണ്. ജേസൺ API ആട്ടോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. എറർ എന്താണ്? സ്റ്റാറ്റസ് ഫോൾസ് എറർ ആണ്. മെസ്സേജ് എന്താണ് നമ്മൾ പാസ് ചെയ്യേണ്ടത്? ഹോളി ഷീറ്റ് നമ്മൾ എറർ മെസ്സേജ് ആയിട്ട് പാസ് ചെയ്യുന്നത്. ഗെറ്റ് ഇല്ല. ഗെറ്റ് ഉണ്ട് ബ്രോ. എന്താണ് ബ്രോ? ഗെറ്റ് ഉണ്ട് കേട്ടോ. ഇപ്പൊ ഇത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കാരണം അത് ഗെറ്റ് മെത്തേഡാ. സോ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് ജേസൺ ആയിട്ട് ഡോട്ട് സ്റ്റാറ്റസ്. ബ്രോ വേറെ എന്തെങ്കിലും പണി എടുക്കണം എന്നുണ്ടെങ്കിൽ എടുത്തു അതില്. ഇത് കണ്ടിരുന്നാല് എന്റെ കാര്യങ്ങൾ നടക്കില്ല. കുട്ടിക്കൊക്കെ ഫോൺ വിളിച്ച് സംസാരിക്കും. സമന്റെ പെരേത്തലുണ്ടാവും തത്സമയമായി. അപ്പൊ ഇവിടുത്തെ സ്റ്റാറ്റസ് നമ്മൾ ജസ്റ്റ് ഇത് ജസ്റ്റ് വെറുതെ ഉണ്ടാക്കുന്ന ഒരു റൂട്ടാണ്. ഓക്കെ, അപ്പൊ ഇവിടെ മെസ്സേജ് എന്ത് കൊടുക്കും? ഇത് മറ്റേ 6 ഡിജിറ്റ് കോഡ് API ആണോ? 6 ഡിജിറ്റ് കോഡോ? OTPയുടെ? നോ. OTP ഇതിലുണ്ട്. OTP നമ്മൾ ജനറേറ്റ് ചെയ്യും. പിന്നെ നമ്മൾ മെയിൻലി ഫസ്റ്റ് ചെയ്യുന്നത് ലോഗിൻ സൈനപ്പ് ആണ്. ഓക്കെ, അപ്പോ മെസ്സേജ് ഇവിടെ ഹോളി ഷിറ്റ് എറർ. ഓക്കെ, ഹോളി ഷിറ്റ് സക്സസ്. വാ ബ്രോ, ഹോളി ഷിറ്റ് സക്സസ് ആയിട്ടുണ്ട്. API നമുക്ക് റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട്. ഗോട്ട് ഇറ്റ്. സക്സസ് ഹോളി ഷിറ്റ്. അപ്പോ ഇനി നമുക്കൊരു ലോഗിൻ റൂട്ട് സൈനപ്പ് റൂട്ട് ക്രിയേറ്റ് ചെയ്യണം. സോ അതിന്റെ മുന്നേ നമുക്ക് ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാം. ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഡാറ്റാബേസ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. സോ ഇതിനകത്തൊരു config.js, അതിന്റെ കൂടെ തന്നെ ഒരു npm പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യുന്നു, മോങ്കൂസ്. ഇതൊക്കെ എന്താണ് ഈ സമയം പഠിക്കണം. നമ്മൾ ഗിറ്റബിലോട്ട് പോകുന്നു. കുറച്ച് പഴയ കോഡുകൾ തപ്പി നോക്കണം.
ഓക്കെ, ഇതൊന്നും കണ്ട് പേടിക്കല്ല, എന്തോ സംഭവം ഞാൻ പറയാം. സോ ഈ സാധനം ഞാൻ കോപ്പി ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ എൻവയോൺമെന്റ് വേരിയബിൾസ് ഒക്കെ കോൾ ചെയ്യുന്നോണ്ട് തന്നെ ഐ എം ഗോയിങ് AFK. ഓ ഓക്കെ ബ്രോ. ഓയ് മിക്കു 128. ഹലോ ഹലോ. ഇവിടെ നമ്മൾ എൻവയോൺമെന്റ് വേരിയബിൾസ് ഒക്കെ യൂസ് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യണം. .env എന്ന് പറഞ്ഞൊരു പാക്കേജ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. അത് നമുക്ക് ആദ്യം കോൺഫിഗർ ചെയ്യണം. ഓക്കെ, റിക്വയർ .env. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, കോൺഫിഗർ ചെയ്യുന്നു. സോറി, യാ. അപ്പൊ ആ സൈഡെല്ലാം ഓക്കെയാണ്. അപ്പോ ഇതിനകത്ത് MongoDBയുടെ സെർവറിന്റെ URL വേണം. ഓൾറെഡി ഞാൻ എൻ്റെ ലോക്കൽ മാക്കിനകത്ത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോ അത് ഇവിടെ എൻവയോൺമെന്റ് വേരിയബിളിനകത്ത് ആഡ് ചെയ്യണം. ഇത് എന്താ, ഇത് നമ്മൾ ഒതന്റിക്കേഷൻ API ക്രിയേറ്റ് ചെയ്യുന്നു. ലോഗിൻ ആൻഡ് സൈൻ അപ്പ് ചെയ്യാനായിട്ട് ഒരു API ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ വെബ്സൈറ്റിൽ കയറൂലേ, അപ്പൊ ലോഗിനും സൈനപ്പ് ഒക്കെ ചെയ്യൂലേ, അത് വെബ്സൈറ്റിൽ കാണുന്ന പോലെ അല്ല, അതിന്റെ സെർവർ സൈഡിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മളൊരു മിനിമലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ എൻവയോൺമെന്റ് വേരിയബിളിന് അകത്ത് വേറൊരു വേരിയബിളും കൂടെ ആഡ് ചെയ്യാണ്, DB നെയിം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഡാറ്റാബേസ് നെയിം ആയിട്ട് നമുക്ക് ഹോളി ഷീറ്റ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി MongoDB URL കൊടുക്കണം. സോ ഞാൻ അത് മറന്നുപോയി. സോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഡിഫോൾട്ട് സ്ട്രിങ് ഓഫ് MongoDB, ലോക്കൽ ഹോസ്റ്റ്. ഇതാണ് സാധനം. ഓക്കെ, ഇതാണ് MongoDBയുടെ ഡിഫോൾട്ട് ആയിട്ട് വരുന്ന URL. സോ നമ്മൾ ലോക്കലി റൺ ചെയ്യും കേട്ടോ. അപ്പോ ഇതിപ്പോ നമ്മൾ നിലവിൽ വേറെ എവിടെയും കോൾ ചെയ്തിട്ടില്ല. സോ നമുക്ക് ഇവിടേക്ക് കോൾ ചെയ്യണം. മെയിൻ ഫയൽ ഇതാണ്, നമ്മളിവിടെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫയല്. സോ ഇവിടേക്ക് നമ്മൾ കോൾ ചെയ്യണം. അപ്പടി നമുക്ക് പിന്നെ എല്ലാ ലാംഗ്വേജ് അറിയാലോ. സോ ഇവിടേക്ക് കോൾ ചെയ്യാനായിട്ട് കണക്ട് DBനെ ഞാൻ കോൾ ചെയ്തിട്ടുണ്ട്. കണക്ട് DB എവിടുന്ന് കോൾ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫയലിനകത്ത് ഇവിടെ കണക്ട് DB ഒരു ഫംഗ്ഷനാണ്, ഞാൻ ഇവിടെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബട്ട് കണക്ട് DB ഇവിടെ എക്സിസ്റ്റിംഗ് അല്ല എന്നാണ് പറയുന്നത് ഡാറ്റാബേസിനകത്ത് config.jsനകത്ത്. ഓക്കെ, ഗോട്ട് ഇറ്റ്. നമ്മൾ അവിടുന്ന് കോപ്പി ചെയ്ത കോഡല്ലേ. സോ ഈ ലോഗർ എന്ന് പറഞ്ഞ മൊഡ്യൂൾ ഇതിനകത്തില്ല, നമ്മൾ റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്തിട്ട് ഈ സംഭവങ്ങളൊക്കെ നമ്മൾ എന്താക്കി മാറ്റണം, console.logലോട്ട് റീപ്ലേസ് ചെയ്യണം. ഇവിടെ കുറെ എണ്ണം ഉണ്ടല്ലോ, അത് നമ്മൾ console.log. പിന്നെ ഇതും അങ്ങനെ തന്നെ ചെയ്യണം. ഓക്കെ, ഇപ്പൊ സെറ്റായി, ഇപ്പൊ പ്രശ്നങ്ങളൊന്നുമില്ല. ന്യൂ ചാറ്റ്, പുതിയ ചാറ്റ് ഒന്നുമില്ലേ, എന്താണ് ബ്രോ? അപ്പോ ഇതിവിടെ കോൾ ചെയ്ത സ്ഥിതിക്ക് ഇവിടെ ഓട്ടോമാറ്റിക് കണക്ട് ആവില്ല. നമുക്കിവിടെ എന്ത് ചെയ്യണം, അതിനെ റൺ ചെയ്യണം. സോ ഇവിടെ ഫംഗ്ഷൻ ഇങ്ങനെ റൺ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ കണക്ട് DB സെപ്പറേറ്റ് വിളിച്ചിട്ട് ഒരു റൂം വിളിച്ചിട്ട് അതിനെ റൺ ചെയ്യാം. പക്ഷെ നമ്മൾ കുറച്ച് പ്രോ ലെവലിലായതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ കോൾ ചെയ്യാം. മനസ്സിലായോ? 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 ഹലോ 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 ഹലോ. മനസ്സിലായോ? 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 മനസ്സിലായി. ഓക്കെ, മനസ്സിലാവണം. മനസ്സിലാവണം.
സോ നമുക്ക് ഇങ്ങനെ കോൾ ചെയ്യുന്ന സ്ഥിതിക്ക് നമുക്ക് ഇവിടെ ഒരു വേരിയബിൾ പോലും അസൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, അതൊക്കെ ജസ്റ്റ് മെമ്മറി ലോസ് ആണ്. ഓക്കെ, ഇത് ഇവിടെയും വിളിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആദ്യം ഇവിടെ വിളിക്കാം. അപ്പോ എത്ര സ്പേസ് നമ്മൾ ലാഭിച്ചു. ഇനി നമുക്കൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യണം അതിനകത്ത്. സോ യൂസർ ഡോട്ട് ജെഎസ്, ഒരു യൂസറിനെയാണല്ലോ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് അല്ലെ? ആണ്, അങ്ങനെ തന്നെയാണ്. അപ്പൊ നമ്മൾ അത് ക്രിയേറ്റ് ചെയ്യണം. സോ അതെന്താണെന്ന് എനിക്ക് അറിയില്ല എന്നല്ല, ഓർമ്മയില്ല. സോ ഞാൻ ഇവിടെ കയറുന്നു, ഒരു എക്സാമ്പിൾ എടുക്കുന്നു, ഇത് അങ്ങോട്ട് കോപ്പി ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, ഇതെല്ലാം ബേസിക് ആയിട്ട് ചെയ്യുന്ന സംഭവം തന്നെ, കോപ്പി അടിക്കലൊക്കെ. അപ്പോ ഒരു യൂസറിന് നെയിം ഉണ്ടാവും, അക്കൗണ്ടന്റ് ഐ ഡിന്റെ ആവശ്യമില്ല. സോ ഇവിടെ ഇമെയിൽ ഐ ഡി കൊടുക്കാം. ഇമെയിൽ യൂണീക്ക് ആയിരിക്കണം. പിന്നെ ഇത് നമ്മൾ വേറൊരു ഇതായതുകൊണ്ട് തന്നെ അതിന്റെ ലിങ്ക്ഡിൻ ഐ ഡി ഒക്കെ എടുത്ത് ഒഴിവാക്കുന്നു. അക്കൗണ്ട് സ്റ്റാറ്റസ് നോക്കാം. പ്രിഫറൻസ് ഒന്നും നമുക്ക് ആവശ്യമില്ല നിലവിൽ. ഓക്കെ, പാസ്വേഡ് മെയിൻ സാധനം, പാസ്വേഡ് ഇല്ലാതെ ഒന്നുമില്ല ഇതില്. അക്കൗണ്ട് ഓക്കെ ആണ്, അക്കൗണ്ട് സ്റ്റോപ്പ് ചെയ്തിണ്, ക്രെഡൻഷ്യൽസ് ഇല്ല, എന്താണ് എന്തോന്ന് അക്കൗണ്ട് ഓക്കെ ആണ്, പെർമിഷൻസ് ഇല്ല, കണക്ടിങ്ങിന്റെ ആവശ്യമില്ല, ഡിലീറ്റഡ്, എറർ, ബാനഡ്. ഓക്കെ, ഇത്രയും സ്റ്റാറ്റസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മൾ പാസ്വേഡ് ഇതിൽ ആഡ് ചെയ്യണം. സോ പാസ്വേഡ് സ്ട്രിങ് ആണ്. പാസ്വേഡ് നമ്മൾ ഹാഷ് ചെയ്തിട്ടായിരിക്കും ആഡ് ചെയ്യുക. ഇനി ഇതിനകത്ത് എന്താണ് ആഡ് ചെയ്യേണ്ടത്, മിസ്സിംഗ് ആയിട്ട് വരുന്നത്? പ്രത്യേകിച്ച് ഒന്നുമില്ല. സോ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അക്കൗണ്ട് എന്നുള്ളത് നമ്മൾ യൂസർ എന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. യൂസർ പിന്നീട് അത് പ്രശ്നമാവും. സോ യൂസർ സ്കീമ, ഡിസ്കോഡ് ജെഎസ്ത്തെ യൂസർ ഒക്കെ ഇമ്പോർട്ട് ആയി വന്നാണ്. ഏതറ യൂസർ ഓക്കെ. അപ്പൊ നമ്മൾ യൂസറിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, യൂസറിന്റെ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പോഴും ഇത് കോൾ ചെയ്തില്ല. അപ്പൊ നമുക്ക് ഇവിടെ യൂസറിന്റെ ഡാറ്റാബേസ് ഒന്ന് കോൾ ചെയ്യണം. സോ യൂസർ എന്ന് ടൈപ്പ് ചെയ്യുന്നു, കോൾ ചെയ്യുന്നു. അപ്പൊ യൂസർ അവിടെ കോൺഫിഗർ ആയിട്ടുണ്ട്. അപ്പോ ഒരു റൂട്ട് ക്രിയേറ്റ് ചെയ്യുന്നു, കോപ്പി പേസ്റ്റ്. ഇത് പോസ്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിലെന്ത് ചെയ്യുന്നത്, സൈൻ അപ്പ് ചെയ്യണം ഒരാള്. അപ്പൊ സൈൻ അപ്പ് ചെയ്യുമ്പോ ഇതിലെന്തൊക്കെ വേണം? അതിന് മുന്നേ നമുക്ക് ഇതിന്റെ ബോഡിയിലുള്ള വേരിയബിൾസ് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം നമ്മൾ URL കൂടെ APIന്റെ പാരാമീറ്റേഴ്സ് ഉണ്ടാവില്ലേ, അത് ആക്സസ് ചെയ്യാൻ പറ്റണം. സോ എനിക്ക് ഈ പാരാമീറ്റേഴ്സ് പാസ് ചെയ്യും നമ്മള് സെർവർ സൈഡിൽ. അത് ഞാൻ മുമ്പ് ചെയ്ത പ്രൊജക്റ്റ് ഒന്ന് എടുക്കാം. ഇത് ഗ്രോവിക്സിന്റെ കോഡാണ്. നമ്മള് app.jsനകത്ത് ഇവിടെ എവിടെയോ എന്തോ എക്സ്പ്രസ് URL ആൻഡ് കോഡ്, ഇതന്നെ. ഈ രണ്ട് സാധനങ്ങളാണ് നമുക്കിപ്പോ ഇവിടെ യൂസ് ചെയ്യേണ്ടത്. സോ അത് നമ്മൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ പോസ്റ്റ് മെത്തേഡ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് ഒരു യൂസർ രജിസ്റ്റർ ചെയ്യുമ്പോൾ ആളെ നെയിം, ഇമെയിൽ, പാസ്വേഡ്, ഇത്രയും കാര്യങ്ങൾ പാസ് ചെയ്തിരിക്കണം. റിക്വസ്റ്റ് ഡോട്ട് ബോഡി എന്നാണ് നമ്മൾ ആക്സസ് ചെയ്യുന്നത്. അപ്പോ ഇൻ കേസ് ഈ സാധനങ്ങളൊന്നും ഇതിനകത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പുറത്താണ് ആക്സസ് ചെയ്യുന്നത്. കാരണം ഇതിന് പ്രത്യേകിച്ച് സെർവേഴ്സിന്റെ ഇതൊന്നുമില്ല. ഇൻ കേസ് ഈ സാധനങ്ങളൊന്നും നമ്മുടെ അടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് ഓരോ വാലിഡേഷൻ ആഡ് ചെയ്യണം. സോ ഇഫ് നെയിം എക്സിസ്റ്റിംഗ് അല്ല എന്നുണ്ടെങ്കിൽ റിട്ടേൺ റെസ്പോൺസ് ഡോട്ട് സ്റ്റാറ്റസ്
എന്തോ ഒരു സ്റ്റാറ്റസ് കോഡ് ഉണ്ട്. കണ്ടിന്യൂ. ഇത്രയും 3 മില്യൺ ഫോളോവേഴ്സ് ഒരാളെ ഫോളോ ചെയ്യുന്നു. ഏതാ ലെവൽ? ഇജ്ജ് കുക്ക് ചെയ്യ്, ഇജ്ജ് ഫേസ്ബുക്കിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യും. സപ്പോർട്ടിന് എന്റെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. 2000 സബ്സ്ക്രൈബ് പുതിയ വീഡിയോസ് പോയി ചെയ്യല്ലേ അങ്ങനെ. നൈസ്. ന്യൂ കുക്കിംഗ് വീഡിയോ ഈസ് കമ്മിങ് ഓൺ ഫേസ്ബുക്ക്. ഓക്കെ. അപ്പോ പാസ്വേഡ് API പാരാമീറ്റർ നോട്ട് ഫൗണ്ട് HTTP സ്റ്റാറ്റസ് കോഡ്. ഓക്കെ. ബാഡ് റിക്വസ്റ്റ് 400. ഓക്കെ. ഓക്കെ എന്ന് പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാല് മനസ്സിലായില്ല എന്നുള്ളതാണ്. നമുക്കൊരു JSON റെസ്പോണ്ട് ചെയ്യണം. എററിനെ ഹോളി ഷീറ്റ് അല്ല, ഇപ്പോ മാറിപ്പോണം. കാരണം നമ്മളെ എറർ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പാസ്വേഡ് ഈസ് റിക്വയർഡ് എന്നാണ് നമ്മളെ എറർ. ഓക്കെ. അതുപോലെ നമ്മൾ ഇമെയിലിന് കൊടുക്കുന്നു ഇമെയിൽ ആൻഡ് നെയിം ആണല്ലോ അല്ലേ അവിടെ. നെയിം, ഇമെയില്, പാസ്വേഡ്. ഓക്കെ. ഇനി അതുപോലെ തന്നെ വേറൊരു സംഭവം ഉണ്ട്. ഇമെയിൽ നമ്മൾ റെജിക്സ് വെച്ച് മാച്ച് ചെയ്യണം. ഗോട്ട് ഇറ്റ്? അപ്പോ ഇമെയിൽ റെജിക്സ് വെച്ച് മാച്ച് ചെയ്യാൻ നമുക്കിപ്പോ ഒന്നും ചെയ്യാനുള്ള, നേരെ ChatGPT ഇടിക്കുക. ഐ നീഡ് ആൾസോ മാച്ച് ഇമെയിൽ യൂസിങ് റെജിക്സ്. ഓക്കെ. റെജിക്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഇമെയിലിന്റെ ഒരു ഫോർമാറ്റ് ആണ്. ഓക്കെ. ഇമെയിലിന് ഒരു ഡിഫോൾട്ട് ഫോർമാറ്റ് ഉണ്ടാവും. അതാണ് ഇമെയിൽ റെജിക്സ്. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളെ കോഡിലോട്ട് കൊണ്ടുവരുന്നു. ഇതൊക്കെ എടുത്ത് ഒഴിവാക്കുന്നു, ഇത് അങ്ങോട്ട് വെക്കുന്നു. ഇമെയിൽ റെജിക്സ് എന്നുള്ളിടത്ത് ഈ സാധനം ആഡ് ചെയ്യുന്നു. നമ്മൾ മാക്സിമം സ്റ്റോറേജ്, അതന്നെ മെമ്മറി സ്പേസ് കുറക്കുന്നുണ്ട് വേരിയബിൾ യൂസ് ചെയ്യുന്നിട്ടുള്ള അപ്പോ ഓക്കെ. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം API. അതിന് പോസ്റ്റ്മാൻ യൂസ് ചെയ്യാം. പോസ്റ്റ്മാൻ അത് ഇങ്ങോട്ട് കേൾക്കാണ്ട ഹെഡ്സെറ്റ് വെച്ചേക്കണേ. ചെവി അടിച്ചു. പോസ്റ്റ്മാൻ നിങ്ങൾ ഉദ്ദേശിച്ച പോസ്റ്റ്മാൻ അല്ല ഈ പോസ്റ്റ്മാൻ. സോ നമ്മളെ പോസ്റ്റ്മാൻ വേറെ. ഇതിൽ ഓൾറെഡി ഞാൻ കുറച്ച് സീക്രട്സ് വെച്ചിട്ടുണ്ട്. സോ ഒരു ബ്ലാങ്ക് കളക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. കളക്ഷന്റെ പേര് നമുക്ക് ഹോളി ഷിറ്റ് എന്നിടുന്നു. താങ്ക് യു ഫോർ ദ നെയിം. അതിനകത്ത് നമ്മൾ പുതിയൊരു റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിന്റെ പേര് ക്രിയേറ്റ് സൈൻ അപ്പ് API എന്ന് കൊടുക്കുന്നു. പോസ്റ്റ് മെത്തേഡാണ്. ഇത് നമ്മുടെ മറ്റേ URL എവിടെ, ഈ URL കൊടുക്കുന്നു. ദെൻ സൈൻ അപ്പ്. ഓക്കെ. ഇപ്പൊ ഞാനിത് സെൻഡ് ചെയ്യുമ്പോൾ എനിക്കൊരു എറർ വരും. എന്താണ് എറർ? ഇങ്ങനെ അൺഡിഫൈനഡ് ആസിറ്റാസ് അൺഡിഫൈനഡ് നെയിം റിക്വസ്റ്റ് ഡോട്ട് ബോഡി ഈസ് അൺഡിഫൈനഡ്. ഇതിനകത്ത് കൊടുത്തു കഴിഞ്ഞാലോ ഹോളി ഷിറ്റ് എറർ. കാരണം എന്താണ്, നെയിം എല്ലാം വേണം, പക്ഷെ നെയിം ഇതിനെന്ത് ചെയ്യുന്നില്ല, റിക്വസ്റ്റ് ഡോട്ട് ബോഡി ആക്സസ് ചെയ്യാൻ കഴിയുന്നില്ല. റിക്വസ്റ്റ് ഡോട്ട് ബോഡി ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കൊടുക്കുന്ന ഡാറ്റയിൽ എന്തെങ്കിലും വേണം. സോ ഇതിന്റെ ബോഡിക്കകത്ത് റോയിൽ JSON കൊടുത്തു കഴിഞ്ഞാൽ
ഇപ്പൊ ഇനി എറർ വരും, സെയിം എറർ തന്നെ. സോ നമ്മൾ അതിനകത്തൊരു JSON പാസ് ചെയ്ത് കൊടുത്തു. JSON പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഫാൾസ് നെയിം ഈസ് റിക്വയർഡ്. നെയിം വേണമെന്ന് പറയുന്നു. സോ ഞാൻ നെയിം കൊടുക്കുന്നു. ഇത് ഒറ്റയടിക്ക് ചെയ്യാം, ബട്ട് നമ്മൾ എന്തൊക്കെയാണ് മിസ്സിംഗ് ആയിട്ടുള്ള ഫീൽഡ് എന്നുള്ളത് ലിസ്റ്റ് ചെയ്തിട്ട് ചെയ്യാം, നമുക്ക് പാസ്വേഡ് ഫോമിലൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മൾ ഓരോന്നും സിംഗിൾ ആയിട്ട് ടെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ആക്കാം. ഓക്കെ, ഇമെയിൽ അവിടെ മാച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഇമെയിൽ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ പാസ്വേഡ് ഇല്ലെങ്കിൽ എന്തൊക്കെ വേണം? റിക്വയർഡ് ഫീൽഡ്സ് ആർ മിസ്സിംഗ് കൊടുക്കാം. പാരാമീറ്റേഴ്സ് ആർ മിസ്സിംഗ്. ഓക്കെ, ഇനി മിസ്സിംഗ് പാരംസ് എന്ന് പറഞ്ഞിട്ടൊരു ഇത് കൊടുക്കുന്നു. അതിൽ നെയിം എന്ത് ചെയ്യുന്നു? നെയിമിന്റെ ഇത് തന്നെ കൊടുക്കുന്നു. ഓക്കെ, ഇതിൽ നെയിം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഫാൾസ് ആവും, കാരണം എന്താ, നെയിം മിസ്സിംഗ് അല്ല എന്നർത്ഥം. പക്ഷെ ഇമെയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ അതും ഫാൾസ് ആവും. പാസ്വേഡ് ഇല്ലാന്നുണ്ടെങ്കിൽ അതും ഫാൾസ് ആവും. ഗോട്ട് ഇറ്റ്? സംതിങ് ഒന്നുമില്ല. അപ്പോൾ ഇനി ഞാനിവിടെ ഒരു റിക്വസ്റ്റ് കൊടുക്കുകയാണ്. സോ റിക്വയർഡ് പാരാമീറ്റേഴ്സ് ആർ മിസ്സിംഗ്. നെയിം ഇല്ല, നെയിം മിസ്സിംഗ് ആണ്, ഇമെയിൽ മിസ്സിംഗ് ആണ്, പാസ്വേഡ് മിസ്സിംഗ് ആണ്. ഓക്കെ, ചെറിയൊരു കോഡാണ്, ബട്ട് ഇനി ഞാൻ ഇവിടെ നെയിം പാസ് ചെയ്യാണ് APIയിലോട്ട്. ഇത് ശരിക്ക് ക്ലയന്റ് നിങ്ങൾ കാണുന്ന ഡിസൈനാണ് ചെയ്യേണ്ടത്. ഞാൻ ചെയ്യുന്ന ആരെ പേരാണ്? ഓറ ചത്തു. അപ്പൊ നെയിം ഓൾറെഡി ഉണ്ട്, ബട്ട് ഇമെയിലും പാസ്വേഡും നമ്മൾ അടിച്ച് വന്നില്ല. അപ്പൊ അത് റിക്വയർഡ് ആണ്. സോ ഞാനൊരു ഇമെയിൽ കൊടുക്കുന്നു. ഇമെയിൽ എന്താണ് കൊടുക്കുന്നത്? example@email.com. സോ ഇമെയിൽ ഓക്കെയാണ്, പക്ഷെ ഞാൻ ഈ എടുത്ത് ഒഴിവാക്കാണ് വിചാരിച്ചോ. എടുത്ത് ഒഴിവാക്കുമ്പോഴും ഇമെയിൽ ഓക്കെ ആണെന്ന് കാണിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇത് നമുക്ക് ഇപ്പൊ ചെയ്യാം. അത് സെറ്റാക്കാം. പാസ്വേഡ് കൊടുക്കുന്നു. പാസ്വേഡ് 123456. ഓക്കെ, ഇപ്പൊ എല്ലാതും ഓക്കെയാണ്. സോ ഇവിടുത്തെ എല്ലാതും ഓക്കെ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പൊ അത് ഈ ഒന്നും റെസ്പോണ്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇവിടെ ഒന്നും കാണിക്കുന്നില്ല. സോ ഞാൻ ഇവിടെ എടുത്ത് ഒഴിവാക്കാണ്. സൂപ്പർ ചാറ്റ് വന്നാ എത്ര? സബ്സ്ക്രൈബ്. ഓക്കെ, എന്റെ ഏജ് മനസ്സിലായി. ഹലോ, യെസ്, എന്റെ ഏജ് 18. പുതിയ സബ്സ്ക്രൈബറിന് താങ്ക് യു. അപ്പോ നമ്മള് ഇവിടെ എടുത്ത് ഒഴിവാക്കുന്നു. ഇത് ഇപ്പൊ കൊടുത്ത് ക്യാൻസൽ ചെയ്യുന്നു. എടുത്ത് ഒഴിവാക്കിയിട്ട് സെൻഡ് ചെയ്യുമ്പോൾ പറയുന്നത് ഇൻവാലിഡ് ഇമെയിൽ ഫോർമാറ്റ് എന്ന്. കാരണം നമ്മളിവിടെ റിജക്ട്സ് മാച്ച് ചെയ്യുന്നുണ്ട്. കാരണം ഒരു ഇമെയില് വേണം, അതിന് ഡൊമൈൻ നെയിമും വേണം എന്നുള്ളത് നമുക്കറിയാം. സോ what the hell bro, allow OBS to find a device on local network. ഓക്കെ, നോ പ്രോബ്ലം. അപ്പൊ നമുക്ക് ഇവിടെ വേറെ കുറച്ച് കാര്യങ്ങളൂടെ ആഡ് ചെയ്യാം. ഇപ്പോ ഇവിടെ ഞാനൊരു കണ്ടീഷൻ ആഡ് ചെയ്തിട്ടില്ലേ, ഇത് ഇവിടെ ആഡ് ചെയ്യാം. ഇതുണ്ടെങ്കിൽ, ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇമെയിലില് ഇത് കൊടുക്കാം. ഫോൾസ് കൊടുക്കാം, അല്ലെങ്കിൽ ഇമെയിൽ. മനസ്സിലായോ? അപ്പൊ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് കാണിക്കുന്നുണ്ടെങ്കിൽ, ഇത് വരുന്നുണ്ടെങ്കിൽ, ഈ എറർ ഇമെയിൽ മാച്ച് അല്ല എന്നുള്ളൊരു എറർ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇമെയിൽ എന്തായാലും ഫാൾസ് ആയിട്ട് പോകും, അല്ലെങ്കിൽ എന്താണോ അതിനനുസരിച്ച് പോകും എന്നുള്ളതാണ്. സോ ഞാൻ ഇത് ആഡ് ചെയ്ത് പാസ്വേഡ് കൊടുക്കുന്നില്ല. പാസ്വേഡ് കൊടുക്കാണ്ട് ഇത് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് എറർ വരും? ഇമെയിൽ ഫോൾസ് വരും. കാരണം എന്താണ്? ഇമെയിലിൽ വേണം. ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴും ഫോൾസ് വരുന്നു. അങ്ങനെ വരേണ്ടതല്ല.
അപ്പൊ എവിടെ പേച്ച എനിക്ക് @email.com. ഓ മനസ്സിലായില്ലേ? ഫാൾസ് വരേണ്ടതാണ്. ഫാൾസ് വരണം. ഇത് മുമ്പിടരുത്. ഇത് മുമ്പ് ഇടല് വലിയ പ്രശ്നമാണ്. ഗോട്ട് ഇറ്റ്? വാട്ട് ദ ഫക്ക് ബ്രോ? ലോജിക്കലി ട്രാപ്പായി. ഓക്കെ, ഒന്ന് തിങ്ക് ചെയ്യണം. സോ നമ്മൾ നെയിം വരുന്നു, നെയിം വേർഡൗട്ട് വരുന്നു, നെയിം ചെക്ക് ചെയ്യുന്നു, അതിന്റെ കൂടെ തന്നെ ഇമെയിൽ ചെക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇമെയിൽ ഇത് മാച്ചിങ് അല്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, ഇത് ട്രൂ ആണ് തരുന്നുണ്ടെങ്കിൽ മാത്രമേ എന്താവുള്ളൂ, ഇത് വർക്ക് ചെയ്യേണ്ടതുള്ളൂ. നമുക്ക് തൽക്കാലം എന്ത് ചെയ്യാം, ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവും കുറച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. സോ ഇത് ഇവിടെ തന്നെ ഇരിക്കട്ടെ. എന്തായാലും 8:26 ടൈം ഞാൻ കൂട്ടുന്നില്ല. സോ അതവിടെ ഇരിക്കട്ടെ. എല്ലാം ചെയ്യാൻ അറിയണ്ടല്ലോ കേട്ടോ. നോട്ട് ദ പോയിന്റ് ബ്രോ. ഓക്കെ, ഇപ്പോൾ പാസ്വേഡ് ഈസ് മിസ്സിങ്. സോ നമ്മള് രജിസ്ട്രേഷന്റെ തലക്ക് വരെ എത്തി. ഇനി നമുക്ക് ചെക്ക് ചെയ്യണം ഈ യൂസർ നിലവിൽ എക്സിസ്റ്റിംഗ് ആണോ എന്നുള്ളത്. സോ നമ്മള് ഒരു യൂസർ എന്ന് പറഞ്ഞിട്ടൊരു ഇത് ക്രിയേറ്റ് ചെയ്യുന്നു. അതിന് നമ്മൾ അവൈറ്റ് ചെയ്യുന്നു. പക്ഷെ അവൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ അസിങ്ക് യൂസ് ചെയ്യണം എന്നാണ് നിയമമല്ല, അല്ലെങ്കിൽ എറർ വരും. സോ നമ്മൾ മേലെ ഡിഫൈൻ ചെയ്ത യൂസർ ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഈ യൂസറിനെ ഞാൻ ഇവിടെ കോൾ ചെയ്യുന്നു. അതില് ഫൈൻഡ് 1 എന്ന് കൊടുക്കുന്നു, ഒന്നിനെ ഫൈൻഡ് ചെയ്യുന്നു. അതെങ്ങനെ? സെയിം ഇമെയിൽ ആയിട്ടുള്ള ഒന്നിനെ ഞാൻ ഫൈൻഡ് ചെയ്യുന്നു. ഗോട്ട് ഇറ്റ്? അങ്ങനെ ഒരു യൂസറിനെ കിട്ടി. ആ യൂസറിന്റെ അങ്ങനെ ഒരു യൂസർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ യൂസറിന്റെ അക്കൗണ്ട് സ്റ്റാറ്റസ്, ഓക്കെ, അങ്ങനെ ഒരു യൂസർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇഫ് യൂസർ ഡോട്ട് അക്കൗണ്ട് സ്റ്റാറ്റസ് ഈക്വൽ ടു എന്തൊക്കെ ആവണം? ബാൻഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു എറർ റിട്ടേൺ ചെയ്യണം. സോ ഇവിടെ നമ്മൾ വാലിഡേറ്റ് ചെയ്യുന്നിടത്ത് നമ്മൾ എങ്ങനെ റിട്ടേൺ ചെയ്യണം അറിയോ? ഇത് ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തിട്ടുണ്ട്. അത്രയും കോപ്പി ചെയ്തിട്ടുണ്ട, ഈ റിട്ടേൺ വരെയുള്ള കോപ്പി ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എറർ റിട്ടേൺ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. ബാനഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? ദ യൂസർ ഓൾറെഡി എക്സിസ്റ്റ് വിത്ത് ദ ഇമെയിൽ ബട്ട് ബാൻഡ്, അല്ലെങ്കിൽ ദ യൂസർ ഈസ് ബാൻഡ് എന്ന് എടുക്കുക. ഈസ് ബാൻഡ്. നമ്മൾ യൂസറിനെ ബാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിബിൽ എവിടെ? എന്താ ബിൽഡ് ചെയ്യുന്ന? ബിൽഡ് ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ API ആണ്, ഒതന്റിക്കേഷൻ API. ന്യൂ സബ്സ്ക്രൈബർ ഡോൺ ജോൺ ജസ്റ്റ് സബ്സ്ക്രൈബഡ് ഓൺ യൂട്യൂബ്. താങ്ക് യു ബ്രോ, താങ്ക് യു. അപ്പോ ബാൻ ആയി കഴിഞ്ഞാൽ നമ്മൾ ബാൻ ആയിട്ടെന്നുള്ള എറർ റിട്ടേൺ ചെയ്യണം. അത് അങ്ങനെയാണ് ഗ്ലോബലി ഉള്ള റൂള്. ഓക്കെ, ഒരൊറ്റ കുറവുണ്ട്, ക്ഷമിക്കുക. അപ്പോൾ ഗ്ലോബലി ഉള്ള റൂൾ അങ്ങനെയാണ്. സോ നമ്മൾ ഇനി നെക്സ്റ്റ് അടുത്ത സ്റ്റാറ്റസ് കൊടുക്കുന്നു, ഇവിടെ തന്നെ എൽസ് ഇടാം, അതാവും നല്ലതല്ലേ. സോ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എൽസ് യൂസ് ചെയ്യാൻ പോവാണ്. എൽസിഫ് എന്താണ്ട് അങ്ങനെ എന്തോ ആണ് ചെയ്യുന്ന തോന്നുന്നു. ഞാൻ ഇതുവരെയായിട്ട് യൂസ് ചെയ്തില്ല. ഇതിനകത്ത് വാല്യൂ കൊടുക്കണം. എൽസിഫ് എറർ ആണെന്നുണ്ടെങ്കിൽ
അക്കൗണ്ട് സ്റ്റാറ്റസ് എറർ ആണെന്നുണ്ടെങ്കിൽ എറർ ആണെന്നുണ്ടെങ്കിൽ ഒരു വേറൊരു എറർ നമ്മൾ റിട്ടേൺ ചെയ്യണം. ഏതാണ്? പുതിയ ചാറ്റ്സ് വല്ലോ? നോ ചാറ്റ്സ്. പുതിയൊരു എറർ റിട്ടേൺ ചെയ്യണം. ദ അക്കൗണ്ട് യൂസർ ഈസ് എറർ എന്ന് അത് ജസ്റ്റ് അങ്ങനെ കൊടുക്കുന്നത്. പ്ലീസ് കോണ്ടാക്ട് support@email.com. ഓക്കെ, അങ്ങനെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ആഡ് ചെയ്യാം. ഡിലീറ്റഡ് ആഡ് ചെയ്യാം. പിന്നെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രശ്നമല്ലല്ലോ. ഒരു എൽസിഫും കൂടെ ആഡ് ചെയ്യണം. ഡിലീറ്റഡ് ആണെങ്കിൽ ദ യൂസർ ഈസ് ഡിലീറ്റഡ്, പ്ലീസ് കോണ്ടാക്ട് ടു റിക്കവർ. ഓക്കെ, അക്കൗണ്ട് റിക്കവർ ചെയ്യാൻ ആ ഇതിലേക്ക് കോണ്ടാക്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ഇനി ഇതല്ലാതെ വേറെ കേസ് വരില്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? യൂസർ ഓൾറെഡി എക്സിസ്റ്റ് വിത്ത് ദിസ് ഇമെയിൽ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സ്റ്റാറ്റസ് കൊടുക്കണം. യൂസർ ഈസ് ഓൾറെഡി എക്സിസ്റ്റ് വിത്ത് ദ പ്രൊവൈഡഡ് ഇമെയിൽ. ഗോട്ട് ഇറ്റ്? അപ്പോ എന്തായി? യൂസർ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ്, കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമ്മൾ റിട്ടേൺ കൊടുത്തു. ഇപ്പൊ എന്താണ് ഈ എറേഴ്സ് ഒന്നും വരാത്തത്? കാരണം യൂസർ രജിസ്റ്റർ ചെയ്തില്ല. അപ്പൊ ഇങ്ങനെ വരുന്ന കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ബിക്രിപ്റ്റ് പറഞ്ഞൊരു ഇതുണ്ട്. ബിക്രിപ്റ്റ് എന്ന് പറഞ്ഞൊരു ഒരു സംഭവം ഉണ്ട്. അപ്പൊ അത് യൂസ് ചെയ്തിട്ട് നമ്മൾ പാസ്വേഡ് ഹാഷ് ചെയ്യണം. ഒരിക്കലും ഒരു സെർവറിനകത്ത് ഡയറക്റ്റ് യൂസർ എൻ്റർ ചെയ്ത പാസ്വേഡ് സേവ് ചെയ്ത് വെക്കില്ല. അപ്പോൾ ആ പാസ്വേഡ് ആക്കുന്ന ഒരു സംഭവമാണ് ബിക്രിപ്റ്റ് ആണോ അതോ ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല. ബിക്രിപ്റ്റ് തന്നെ തോന്നുന്നു, എൻ്റെ മൈൻഡ് അങ്ങനെയാണ് പറയുന്നത്. സാൾട്ട് റൗണ്ട് ബിക്രിപ്റ്റ് തന്നെ. ബിക്രിപ്റ്റ് പാക്കേജ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. സോ മറ്റേ ടെർമിനലിൽ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ കൊടുക്കുന്നു. ഇതിന്റെ ഡോക്യുമെന്റേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിക്രിപ്റ്റ് യൂസ് ചെയ്യുന്ന ഒരു സോൾട്ടർ അക്കൗണ്ട് ആഡ് ചെയ്യുന്നു. ജസ്റ്റ് സോൾട്ട് റൗണ്ട് എന്ന് പറഞ്ഞാല് എനിക്ക് എന്തുവാണെങ്കിലും ആക്കാം. അത് ജസ്റ്റ് ഹാഷ് ചെയ്യുന്നതിന്റെ ഒരു നമ്പറാണ്. എനക്കെന്നല്ല, നിങ്ങൾക്ക്. സോ bcrypt.hash salt. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യണം? പാസ്വേഡ് ഒന്ന് ഹാഷ് ചെയ്യണം. ലെറ്റ് ന്യൂ പാസ്വേഡ് ഈക്വൽ ടു await. നമ്മളെ പാസ്വേഡ് ഇവിടെ പാസ്വേഡ് എന്നാണ് വരുന്നത്. സാൾട്ട് റൗണ്ട് എന്താ ഏതാണ്ട് പറഞ്ഞ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 10 കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മളിവിടെ പാസ്വേഡ് ഹാഷ് ചെയ്യുന്നുണ്ട്. അപ്പൊ പാസ്വേഡ് നമുക്ക് ഇവിടെ ലോഗ് ചെയ്ത് നോക്കാം സെർവറിനകത്ത്. പുതിയ സബ്സ്ക്രൈബർ സ്റ്റാർ ഡസ്റ്റ് ജോയിൻ ഉണ്ട്. താങ്ക് യു ബ്രോ, സബ്സ്ക്രൈബ്. താങ്ക് യു. അപ്പോ ഒരു കൺസോൾ ഡോട്ട് ലോഗ് ചെയ്യാം. പുതിയ പാസ്വേഡ് നമുക്കൊന്ന് കൺസോൾ ഡോട്ട് ലോഗ് ചെയ്യാം. സോ പുതിയ പാസ്വേഡ് കണ്ടില്ലേ? ഈ പാസ്വേഡ് ആയിരിക്കും നമ്മൾ സെർവറിനകത്ത് സേവ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ അടിച്ച പാസ്വേഡ് അതാണ് 1234. അതാണ് ഞാൻ ഇവിടെ എൻ്റർ ചെയ്തിട്ടുള്ളത്. ഒന്നുകൂടെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ പാസ്വേഡ് പിന്നെയും മാറും. സോ ഇതെങ്ങനെ മാച്ച് ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. പാസ്വേഡ് ഒരിക്കലും സെർവറിൽ കാണൂല. സോ ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഒരു യൂസറിനെ ക്രിയേറ്റ് ചെയ്യണം. ലെറ്റ് ന്യൂ യൂസർ ഈക്വൽ ടു പുതിയ ന്യൂ യൂസറിന് എന്ത് ചെയ്യണം? നെയിം, ഇമെയിൽ, ന്യൂ പാസ്വേഡ്. ന്യൂ പാസ്വേഡ് എന്ത് ചെയ്യണം? സജഷൻസ് ഒന്നും വരുന്നില്ല, എന്താണെന്നറിയില്ല. പിന്നെ നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്ത യൂസറിന് എന്ത് ചെയ്യണം? സേവ് ചെയ്യുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ഇവിടെ ഞാനൊരു ചെറിയ സംഭവം ടൈം സ്റ്റാമ്പ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ അപ്പോ
ന്യൂസ് പാസ്വേഡ് അടിച്ചത് എററാണ്. അപ്പൊ അത് എറർ വരും. ഇപ്പൊ ന്യൂ പാസ്വേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു സ്റ്റാറ്റസ് ട്രൂ ആയിട്ടുള്ള ഒരു സംഭവം റെസ്പോണ്ട് ചെയ്യണല്ലോ. 500 അല്ല 200 സക്സസ് ആണ്. ട്രൂ. യൂസർ ക്രിയേറ്റഡ്. ഓക്കെ. അപ്പൊ നമ്മള് സൈൻ അപ്പ് ഫോം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിന്റെ ഇടയിൽ നമുക്ക് മെയിൽ അയക്കാൻ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ട ഫംഗ്ഷൻ ആഡ് ചെയ്യാം. നെക്സ്റ്റ് ലൈവിനകത്ത് ചെയ്യാം. ഞാൻ ചെയ്യാൻ പോകും. അതൊന്നും എടുത്ത് ലൈവിലാന്ന് പറഞ്ഞോ. ഓക്കെ. അപ്പോ കമന്റ് ലൈവ് ചാറ്റ് മൈരെ തേർഡ് പാർട്ടി യൂസ് ചെയ്ത് നോക്ക് കോപ്പ്. തേർഡ് പാർട്ടി യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ബിൽഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? തേർഡ് പാർട്ടി ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് ബിൽഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? സ്വിയറിംഗ് ഈസ് ഉണ്ട് അലൗഡ്. അപ്പോ നമുക്ക് API ഒന്ന് കോൾ ചെയ്ത് നോക്കാം. സോ സംതിങ് വെന്റ് റോങ്, എറർ വന്നിട്ടുണ്ട്. എറർ എന്താണ് വന്നത്? അക്കൗണ്ട് സ്റ്റാറ്റസ് ഈസ് റിക്വയർഡ്. അക്കൗണ്ട് സ്റ്റാറ്റസ് റിക്വയർഡ് ആണ്. ഡിഫോൾട്ട് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അക്കൗണ്ടിന്റെ സ്റ്റാറ്റസ് ഡിഫോൾട്ട് ആയിട്ട് ഇവിടെ നമ്മൾ OTP വെരിഫിക്കേഷൻ ഒക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് OTP ജനറേറ്റ് ചെയ്യാൻ വേറൊരു സ്കീം ക്രിയേറ്റ് ചെയ്യണം. അത് വേറെ സേവ് ചെയ്തേക്കണം. അപ്പൊ നമുക്ക് OTP വെരിഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പെൻഡിങ് സ്റ്റാറ്റസ് ആക്കിയിട്ട് വെക്കാം. അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാം. ഓക്കെ. ഇവിടെ നമുക്ക് ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു വാല്യൂ ആഡ് ചെയ്യാം. സോ ഡിഫോൾട്ട് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റാറ്റസ് ഓക്കെ എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ കൂടെ ഇവിടെ പാസ് ചെയ്തതിന്റെ കൂടെ സ്റ്റാറ്റസും പാസ് ചെയ്യണം. സോ ഡിഫോൾട്ട് ആയിട്ട് വെക്കുമ്പോൾ എന്താവും? അത് ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ എൻ്റർ ആയിരിക്കും. ഇപ്പോ വേറൊരു എറർ എന്താണ് വന്നത്? പാസ്വേഡ് ഈസ് റിക്വയർഡ്. സോ ഇവിടെ നമ്മൾ ന്യൂ പാസ്വേഡ് എന്നല്ല കൊടുത്തത്. ഇവിടെ പാസ്വേഡ് കൊടുത്തിട്ട് അതിൽ ന്യൂ പാസ്വേഡ് കൊടുക്കണം. അതാണ് സജഷൻ വരായിരുന്നത്. എററാണ്. ഇത് ബഗ്ഗാണ്. കാരണം ഈ ബഗ് ഫിക്സ് ചെയ്യാനായിട്ട് നമുക്ക് ടെർമിനൽ നോക്കിയാൽ മനസ്സിലാവും. ഇനി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ യൂസർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ ആണ്. ഇനി നമുക്ക് യൂസർ എക്സിസ്റ്റിംഗ് ആണോ അല്ലേ എന്നുള്ള എറർ ഉണ്ടല്ലോ, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ദ യൂസർ ഓൾറെഡി എക്സിസ്റ്റ് വിത്ത് ദിസ് പ്രൊവൈഡഡ് ഇമെയിൽ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്ന ലോഗ്. ഓക്കെ. അപ്പൊ അത് സെറ്റായി. നമ്മൾ സൈൻ അപ്പ് ചെയ്യുന്ന കാര്യം ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡാറ്റാബേസ് ഒന്ന് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. അയ്യോ, പ്രൊഡക്ഷൻ ഡാറ്റാബേസ് ഒക്കെ ഓപ്പൺ ആക്കുന്നത്. പോളിഷീറ്റ് പറഞ്ഞ ഡാറ്റാബേസിൽ യൂസേഴ്സ് കളക്ഷനിൽ ഇതാണ് ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡാറ്റ. ഇതിൽ ഞാൻ എൻ്റർ ചെയ്ത പാസ്വേഡ് ഇങ്ങനെ വരുന്നത്. നെയിം ഓവർഡായിട്ട്, പിന്നെ സ്റ്റാറ്റസ് ഓക്കെ ആണ്. പിന്നെ ഈ ക്രിയേറ്റഡ് അറ്റ് ഇത് അക്കൗണ്ട് ഈ സാധനം ഈ ഡാറ്റ ക്രിയേറ്റ് ചെയ്ത ടൈമാണ്. അത് വരാൻ കാരണം ഈ ടൈം സ്റ്റാമ്പ് ട്രൂ ആക്കി കൊടുത്തതുകൊണ്ടാണ്. പിന്നെ അപ്ഡേറ്റഡ് അറ്റ് ഇപ്പൊ ഞാൻ ഈ ഡാറ്റ എപ്പോഴാണ് അപ്ഡേറ്റ് ചെയ്യുന്നത് ആ ടൈം ഇവിടെ വരും. ഓക്കെ. അപ്പോൾ നിലവിൽ ഇത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമാണ്. എൻ്റെ സിസ്റ്റം അതിലായതുകൊണ്ട്. പിന്നെ ഈ ID ഒരു യുണീക്ക് ആയിട്ടുള്ള ID ആണ്. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഓരോ അക്കൗണ്ട്സ് ഓരോ ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ യൂസർ ഓൾറെഡി സെറ്റായി. ഇനി നമുക്ക് ലോഗിൻ ചെയ്യണമല്ലോ. ലോഗിൻ ചെയ്യാനായിട്ട് നമ്മൾ സെയിം ഈ സംഭവം തന്നെ കോപ്പി ചെയ്തിടാം. എന്നിട്ട് അതിൽ നമുക്ക് ബിൽഡ് ചെയ്യാം. ഈ ബ്ലോക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാം. വേറെ എന്തെങ്കിലും കമന്റ് ഉണ്ടോ? നോ. അവനോട് പോയി പണി നോക്കാൻ പറയാം. ലോഗിൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ക്രിയേറ്റ് ചെയ്യുന്നു. ലോഗിൻ ചെയ്യാൻ പോസ്റ്റ് മെത്തേഡാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. സോ ഇവിടെ യൂസർ ആകെ എൻ്റർ ചെയ്യേണ്ടത് എന്താണ്? മൂപ്പരാളെ ഇമെയിലും പാസ്വേഡും മാത്രം. അത് റിക്വസ്റ്റ് ഡോട്ട് ബോഡിന്ന്. അപ്പൊ നമുക്ക് നേരത്തെ ആഡ് ചെയ്തൊരു വാലിഡേഷൻ ഉണ്ടായിരുന്നല്ലോ ഇവിടെ. ഇതന്നെ എടുക്കാം. ഇതിവിടെ കൊണ്ടുവന്നിടാം. കോഡിങ് പറഞ്ഞാൽ കോപ്പി പേസ്റ്റ് തന്നെയാണ്. ഇതില് ഈ നെയിമാണ് നമ്മൾ യൂസ് ചെയ്യാത്ത, അത് ഒഴിവാക്കാം. ഓക്കെ. അപ്പൊ അത് ഓക്കെ ആയി. ലോഗിൻ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പുതിയ ഇത് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് അടിക്കുകയാണ് ചെയ്യുന്നത്. അതില് ലോഗിൻ API ഇവിടെ ലോഗിൻ ആക്കുന്നു, സേവ് ചെയ്യുന്നു. ജസ്റ്റ് ഇമെയിൽ ഞാൻ ഇതാക്കി കഴിഞ്ഞാൽ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എറർ വരും. ഇമെയിൽ ആണ് മിസ്സിങ് ആയിട്ടുള്ള എന്നുള്ളത്.
ഓക്കെ. അപ്പോ നമ്മളെ ഇമെയിൽ സെയിം പാസ്വേഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ ഒരു എററും ഇല്ലാത്തതുകൊണ്ട് ഇതിങ്ങനെ ലോഡായിരിക്കുന്നു. സോ ഇനി നമുക്ക് ചെയ്യേണ്ടത് യൂസർ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണോ അല്ലേ എന്നുള്ളത് നോക്കണം. ലെറ്റ് യൂസർ ലെറ്റ് യൂസ് ചെയ്യുന്നത് വേറെ അതാണ് കോൺസ്റ്റിന്റെ അതേപോലെ തന്നെ. പക്ഷെ കോൺസ്റ്റിൽ ഈ വേരിയബിളിലോട്ട് ഇനി നമുക്ക് വാല്യൂ അസൈൻ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ലെറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി വാല്യൂ അസൈൻ ചെയ്യാം. ഓക്കെ. അപ്പോൾ യൂസറിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫൈൻഡ് ചെയ്യുന്നു. ഡോട്ട് ഇവിടെ അസിങ്ക് യൂസ് ചെയ്യണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഡോട്ട് ഫൈൻഡ് വൺ ഒരു യൂസറിനെ ഫൈൻഡ് ചെയ്യുന്നു, ആളെ ഇമെയിൽ വെച്ച് ഫൈൻഡ് ചെയ്യുന്നു. ഇവിടെ എന്താണ് രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മളൊരു എറർ റിട്ടേൺ ചെയ്യുന്നു. യൂസർ ഇല്ലാന്നുണ്ടെങ്കിൽ, യൂസർ എക്സിസ്റ്റിംഗ് അല്ലാന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ യൂസറിനെ ഹാൻഡിൽ ചെയ്യുന്ന ഇതന്നെ എടുക്കാം. അല്ല അത് അങ്ങനെ എടുക്കാൻ പറ്റില്ല കേട്ടോ. യൂസർ ഇല്ലാന്നുണ്ടെങ്കിൽ എറർ വരണം. യൂസർ വിത്ത് ദ ഇമെയിൽ ID പ്രൊവൈഡഡ് നോട്ട് എക്സിസ്റ്റ്, പ്ലീസ് ട്രൈ സൈൻ അപ്പ്. ഓക്കെ. ഇനി നമുക്ക് നേരത്തെ കോപ്പി ചെയ്ത സാധനം ആഡ് ചെയ്യാം. മിഷാൽ കോളിംഗ്. അപ്പോ ഇനി എന്തായാലും യൂസർ ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ രണ്ട് സാധനം നമുക്ക് ആവശ്യമില്ല, ഇത് മാത്രം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെക്ക് ചെയ്യുന്നത് യൂസർ ബാൻ ആയിട്ടുള്ള ഒരു യൂസറിനെ, എറർ അടിച്ചുള്ള യൂസറിനെ, ഡിലീറ്റ് ആയിട്ടുള്ള യൂസറിനെ സൈനപ്പ് ചെയ്യാനോ ലോഗിൻ ചെയ്യാനോ അയക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്, ലോഗിൻ ചെയ്യുമ്പോഴും അതേ മെസ്സേജ് തന്നെ കാണിക്കേണ്ട ആവശ്യം. അപ്പോൾ നമ്മുടെ ഇമെയിൽസിനൊന്നും പ്രശ്നമല്ല. ഇപ്പൊ ഞാനിവിടെ ഒരു രജിസ്റ്റേർഡ് അല്ലാത്തൊരു ഇമെയിൽ ID കൊടുക്കുകയാണ്. അപ്പൊ എന്ത് വരുന്നത്, യൂസർ ഇമെയിൽ ID നോട്ട് എക്സിസ്റ്റ്, പ്ലീസ് ട്രൈ സൈൻ അപ്പ് എന്നിട്ട് വന്ന്. ഓക്കെ. അപ്പോ ഇതിന്റെ നേരത്തെ ഒരുത്തൻ ചോദിച്ചല്ലോ എന്താണ് മയില് തേർഡ് പാർട്ടി യൂസ് ചെയ്ത് നോക്ക് കോപ്പയെന്ന്. എന്താ വെച്ചാൽ ഞാൻ എന്താ യൂസ് ചെയ്ത്, അതേതാ സോഫ്റ്റ്വെയർ എന്നോ, ഇത് ഇതാണോ സോഫ്റ്റ്വെയർ? ഇത് പോസ്റ്റ്മാൻ എന്ന് പറയും, API യൂസ് ചെയ്യാനായിട്ട്. പോസ്റ്റ്മാൻ എന്നറിയും സോഫ്റ്റ്വെയറിന്റെ പേര്. അപ്പോ അവൻ പറഞ്ഞ അനുസരിച്ച് ഒരു മിനിറ്റ് ഞാൻ കാണിച്ചതല്ലേ, ഇതാണല്ലോ സോഫ്റ്റ്വെയർ. ഇത് പോസ്റ്റ്മാൻ എന്ന് പറയും. പോസ്റ്റ്മാൻ ആണ് ഈ സോഫ്റ്റ്വെയറിന്റെ പേര്. പിന്നെ ഇത് VS Code അറിയില്ലേ, ഇത് MongoDB ആട്ടോ ഡാറ്റാബേസ്. പിന്നെ നേരത്തെ അവൻ പറഞ്ഞല്ലോ എന്ത് തേർഡ് പാർട്ടി യൂസ് ചെയ്തുകൂടാ എന്നുള്ളത്. നമ്മൾ ബിൽഡ് ചെയ്യുന്ന ഒരു സാധനത്തിൽ നമ്മുടെ ഇഷ്ടാനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് അൽഗോരിതം മാറ്റി ചെയ്യാം. അതിന് പിന്നെ വേറൊരു ചെലവും വരുന്നില്ല, ഒരു തെണ്ടിയുടെ സഹായം ആവശ്യമില്ല നമുക്ക് ഈ സംഭവം ചെയ്യാനായിട്ട്. അപ്പോ അത്രയും ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം പെയ്ഡ് ടൂൾസ് അല്ലെങ്കിൽ ലിമിറ്റഡ് ആയിട്ട് ഓപ്ഷൻസ് വരുന്ന ടൂൾസ്. ഞാൻ പറയുന്നില്ല എല്ലാ ടൂൾസിനും ലിമിറ്റഡ് ഓപ്ഷൻസ് ആണെന്നുള്ളത്. പെയ്ഡ് ടൂൾസും അവൈലബിൾ ആണ്. അപ്പോ ഈ ടൂൾസ് ഫ്രീ ടൂൾസും അവൈലബിൾ ആണ്. അതിലും കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. എല്ലാം അവരുടെ കയ്യിലാ. അത് ഡൗൺ ആയി പോയാലടക്കം നമ്മൾ അവരെ കൈയും കാലും പിടിച്ച് നടക്കേണ്ടത്. ഇത് നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. നമ്മുടെ കയ്യിലിരിക്കുന്ന സംഭവം നമ്മുടെ ഇഷ്ടത്തിന് ബിൽഡ് ചെയ്യാം, നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഇപ്പൊ ഞാൻ ആഡ് ചെയ്ത കസ്റ്റമൈസേഷനും മെസ്സേജും കാര്യങ്ങളെല്ലാം നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. അപ്പോ പിന്നെ തേർഡ് പാർട്ടീസ് യൂസ് ചെയ്യുമ്പോൾ വേറൊരു പ്രശ്നമുണ്ട്, ഈ സ്പീഡിനെ എഫക്ട് ചെയ്യും നമ്മുടെ ലോഗിന്റെ സൈനപ്പിന്. ഇപ്പൊ API കോൾ ചെയ്യുന്നതിന്റെ വിത്തിൻ സെക്കൻഡ്സുകൾക്കുള്ളിലാണ് റിപ്ലൈ വരുന്നത്. കാരണം സെയിം കമ്പ്യൂട്ടറിനെ വിളിക്കുന്നത്, അത് വേറെ കാര്യം. നെറ്റ്വർക്ക് ലേറ്റൻസി അല്ലാണ്ട് വേറെ സെർവർ ടു സെർവർ വേറെ നെറ്റ്വർക്ക് ലേറ്റൻസി ഉണ്ടാവില്ല. പിന്നെ യൂസറിന്റെ ഡാറ്റ എല്ലാം ഇവിടെ സേഫാ. കാരണം എൻ്റെ സിസ്റ്റത്തിനകത്ത്, എൻ്റെ സെർവറിനകത്താണ് ഈ ഡാറ്റ എല്ലാം ഇരിക്കുന്നത്. അല്ലാണ്ട് കണ്ട തോന്നിയവന്മാരുടെ സെർവറിനകത്തൊന്നല്ല എൻ്റെ ഡാറ്റ പോയിരിക്കുന്നത്. ഓക്കെ. അപ്പൊ എനിക്ക് എൻ്റെ ഡാറ്റ എങ്ങനെ സേവ് ചെയ്ത് വെക്കണം എന്നുള്ളതും ചെയ്യണം എന്നുള്ളതും ഈ ഓപ്ഷൻ ഇതിന്ന് എനിക്ക് ചെയ്യാൻ പറ്റും. സോ അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് വന്ന് കമന്റ് ഇടുന്നത് കൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് എൻ്റെ സൈഡിലുള്ള കാര്യം ഞാൻ എന്തുകൊണ്ടാണ് തേർഡ് പാർട്ടി യൂസ് ചെയ്യാണ്ട് എങ്ങനെ ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ. അപ്പോ എന്താ കുപ്പിക്കുള്ളി എന്ന് മാത്രമേ കാണുന്നുള്ളൂ. അപ്പൊ ആള് ഇനി ഇതിനെന്തെങ്കിലും റിപ്ലൈ തരാനുണ്ടെങ്കിൽ തരിക, നമുക്ക് അതിനനുസരിച്ചൊരു കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കെ. അപ്പോ നമ്മൾ നിർത്തിയതനുസരിച്ച് ഇനി ഇവിടെ ലോഗിൻ ചെയ്യണം. സോ വാലിഡേഷൻ ചെയ്യണം. പാസ്വേഡ് ഇനി ചെക്ക് ചെയ്ത് നോക്കണം. പാസ്വേഡ് ചെക്ക് ചെയ്യാനായിട്ട് ഇതിൽ തന്നെ bcrypt തന്നെ
കമ്പയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോ ഈ ഹാഷും പാസ്വേഡും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യണം. അത് ട്രൂ ഓർ ഫാൾസ് ആയിട്ട് റിട്ടേൺ ചെയ്യും. ഈ മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ട്രൂ ആയിരിക്കും, ഫാൾസ് അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കും. അല്ലാതെ നമുക്ക് സർവർ ആയിട്ട് കാണാനൊന്നും പറ്റൂല. കുപ്പിക്കുള്ളിലെ ഭൂതം, അവൻ തന്നെ. അപ്പോ പാസ്വേഡ് നമുക്കൊന്നും കാണാൻ കഴിയില്ല. സോ ഹാഷ് നമുക്ക് ഈ പാസ്വേഡിനകത്ത് യൂസറിനകത്തുള്ള പാസ്വേഡാണ് ഹാഷ് ആയിട്ട് വരുന്നത്. പിന്നെ ഇവിടെ എൻ്റർ ചെയ്ത പാസ്വേഡാണ് ആളെ മെയിൻ പാസ്വേഡ്. ഇപ്പൊ ലെറ്റ് ഈസ് കറക്റ്റ് പാസ്വേഡ് വെയിറ്റ്. ഓക്കെ, പാസ്വേഡ് കറക്റ്റ് ആണോ എന്നുള്ളത് ഞാൻ ചോദിച്ച്. അപ്പൊ ഇത് നമുക്ക് ജസ്റ്റ് ലോഗ് ചെയ്യാം. അപ്പോ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാണ്, നോ താങ്ക്സ്. പാസ്വേഡ് കറക്റ്റ് ആണോ? ട്രൂ, കറക്റ്റ് ആണ്. ഞാൻ ഇവിടെ ഒരു ഇടാൻ പോവാണ്. ഇട്ടിട്ട് കോൾ ചെയ്യാൻ പോവാണ്. സോ പാസ്വേഡ് കറക്റ്റ് അല്ല, ഫാൾസ്. അപ്പോ സംഭവം കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ ഇത് ഇത്രയും വരെ എന്തുട്ടാണ് WW സ്പാമിലുള്ള സജാദ് സജാദ് ഹെയർ റിവീൽ നോ. ഹെയർ ഇപ്പൊ റിവീൽ ചെയ്യാം. അതൊക്കെ കഴിഞ്ഞ ലൈവില് ചെയ്തുല്ലേ. അപ്പോ പാസ്വേഡ് കറക്റ്റ് ആയ സ്ഥിതിക്ക്, പാസ്വേഡ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു എറർ കൊടുക്കണം. സോ ഈ പാസ്വേഡ് കറക്റ്റ് അല്ലെങ്കിൽ കറക്റ്റ് പാസ്വേഡ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു എറർ കൊടുക്കണം. എന്താണ് നമ്മൾ എറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്ലീസ് എൻറ്റർ എ വാലിഡ് പാസ്വേഡ്. ഓക്കെ, പ്ലീസ് എൻറ്റർ എ വാലിഡ് പാസ്വേഡ് എന്നുള്ളൊരു എറർ കൊടുക്കുകയാണ്. സോ ഞാനിവിടെ 7 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലീസ് എൻറ്റർ എ വാലിഡ് പാസ്വേഡ്. ക്ലിയർ ആയില്ലേ? അപ്പൊ അങ്ങനെ ഒരു എറർ വരും. അപ്പോ ഇനി ഇനി എന്തായാലും പാസ്വേഡ് കറക്റ്റ് ആയിരിക്കും. സോ പാസ്വേഡ് കറക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പൊ ലോഗിനായി. പക്ഷെ ക്ലയന്റ് സൈഡിൽ നമ്മൾ എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യുന്നുള്ളതാണ്. അപ്പൊ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് JWT എന്ന് പറഞ്ഞൊരു സംഭവം. JSON വെബ് ടോക്കൺ എന്ന് പറയും. ഇപ്പൊ JWT എന്ന് പറഞ്ഞൊരു പാക്കേജ് ഉണ്ട്. JSON വെബ് ടോക്കൺ എന്ന് പറഞ്ഞൊരു പാക്കേജ് ഉണ്ട്. മോനെ സീന് രോമം പൊന്തി. മുടി എന്താ JSON വെബ് ടോക്കൺ. സോ ഇതിന്റെ ഡോക്യുമെന്റേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതില്ലേ, ഇത് നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, ബിക്രിപ്റ്റ് കോൾ ചെയ്ത പോലെ കോൾ ചെയ്യുന്നു. സോ ഇത് ഹാഷ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ നമുക്ക് ഒരു ടോക്കൺ ക്രിയേറ്റ് ചെയ്യണം. ലോഗിനോടെ ലെറ്റ് ഓക്കെ, നമ്മൾ ഇത് ഹാഷ് ആണ്. ഇവിടെ യൂസറിന്റെ ഡാറ്റയാണ്. യൂസറിന്റെ ഡാറ്റ കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, യൂസറിന്റെ ഇതും മാത്രം കൊടുക്കുക. യൂസർ ID എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസറിന്റെ ID ഉണ്ടല്ലോ നേരത്തെ കണ്ട സജഷൻ ആയിട്ട് വരുന്നു, ഈ ID നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഇമെയിൽ user.email. ഇമെയിലിന്റെ ആവശ്യമില്ല, നമ്മൾ user.id മാത്രം കൊടുക്കുന്നുള്ളൂ. ശരിക്കും ഇത് ഇനിയും സെക്യൂർ ആക്കാം എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഒരു ഹാഷ് ഇത് കൊടുക്കണം, ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു സ്ട്രിങ് കൊടുക്കണം നമ്മളിത് ഹാഷ് ചെയ്യാനായിട്ട്. ഞാൻ ഇവിടെ ഒരു പാസ്വേഡ് ആയിട്ട് കൊടുക്കുന്നത്, ഇവിടെ അവൈറ്റ് ഇടുന്നുണ്ട്. ആവശ്യമില്ല, പക്ഷെ ജസ്റ്റ് ഇടുന്നു. ഇനി എന്ത് ചെയ്യണം, നമുക്ക് ഇതൊന്ന് റെസ്പോൺസ് ചെയ്യണം. സോ ഇതുപോലൊരു സംഭവം റെസ്പോൺസ് ചെയ്യുന്നു. ലോഗിൻ സക്സസ്. ടോക്കൺ നമുക്ക് എന്ത് ചെയ്യണം, ഇങ്ങോട്ട് ഫോർവേഡ് ചെയ്യണം. ടോക്കൺ വരട്ടെ. സിസ്റ്റം ഹീറ്റ് ആയിട്ടതാണ്. അപ്പൊ ടോക്കൺ നമ്മൾ റെസ്പോണ്ട് ചെയ്യാൻ പോവാണ്. ഇപ്പോ കറക്റ്റ് പാസ്വേഡ് അടിക്കുമ്പോൾ എനിക്കൊരു ടോക്കൺ കിട്ടി. ഇത് ഇനി അടിക്കുമ്പോൾ മാറും. പക്ഷെ ഈ ടോക്കൺ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന അറിയോ,
ഇതാണ് നമ്മൾ എന്ത് ചെയ്യുക, കുക്കീസിൽ സേവ് ചെയ്യുക. നമ്മളെ ഇപ്പോ ഈ ക്ലയന്റ് സൈഡിൽ നമ്മൾ ബ്രൗസറിനകത്ത് കുക്കീസിൽ ടോക്കൺ സേവ് ചെയ്യും. ബ്രൗസറിന് എപ്പോൾ സെർവറിന്റെ API കോൾ ചെയ്യുമ്പോഴും ഈ ടോക്കൺ അതിന്റെ പിന്നാലെ കൊടുക്കും. അത് നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ അത് ചെയ്യാം. ഈ ടോക്കണിന്റെ ഈ ടോക്കണ് എന്ത് ചെയ്യും, ടോക്കൺ പാസ് ചെയ്യുമ്പോൾ ആ ടോക്കൺ മിഡിൽ വെയർസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മൾ പ്രോസസ്സ് ചെയ്യും. അപ്പോൾ മിഡിൽ വെയർസ് യൂസ് ചെയ്ത് പ്രോസസ്സ് ചെയ്യുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും ഡാറ്റാബേസിലുള്ള ഒരു യൂസർ ID ആണോ, ആ യൂസർ തന്നെയാണോ ഇത് എന്നുള്ളത്. നമുക്ക് ഈ ടോക്കൺസ് എക്സ്പയർ ആക്കാനും കാര്യങ്ങളൊക്കെ കഴിയും. അതിനുള്ള സിസ്റ്റം ഒക്കെ നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ OTP സിസ്റ്റം കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യാം. സോ നമുക്ക് ഇപ്പോൾ ജനറേറ്റ് ചെയ്തിട്ടുള്ള ടോക്കണിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നോക്കണം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് നെക്സ്റ്റ് ലൈവിനകത്ത് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. JWT ഡീകോഡ് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്, JSON വെബ് ടോക്കണിൻ്റെ. അപ്പോൾ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ടോക്കൺ പേസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ പേസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ പേസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും യൂസർ ID എന്താണെന്നുള്ളത് ഇവിടെ വന്നു. ക്ലിയർ ആയോ? 69665 എന്നാണ് കാണിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് കയറി കഴിഞ്ഞാലും 6 കണ്ടോ 5 അതാണ് കാണിക്കുന്നത്. സോ ഞാൻ ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഒരു പബ്ലിക് ഗിറ്റബ് റിപ്പോ ആക്കിയിട്ട് ഇടുന്നുണ്ട്. എൻവയോൺമെന്റ് ഇതും നോഡ് മൊഡ്യൂൾസും വരുന്നില്ല, അത് ക്രിയേറ്റ് ചെയ്യാം. പാക്കേജ് ലോക്കും ഇരുന്നോട്ടെ, ആവശ്യമില്ല പക്ഷെ ഇരുന്നോട്ടെ. അതിന് ലിങ്ക് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കുന്നുണ്ട്. ഗിറ്റബ് ഡിസ്ക്രിപ്ഷനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. സിസ്റ്റം ഹീറ്റ് പറഞ്ഞാൽ എന്താ അറിയടാ, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് സംഭവങ്ങൾ റൺ ചെയ്യുന്നുണ്ട് നിലവിൽ. അപ്പൊ അത് കാരണം ഹീറ്റ് ആണ്. ഞാൻ ക്ലോസ് ചെയ്യാൻ വിട്ടുപോയി. ഇനിയിപ്പോ ലൈവിന്റെ ഇടയിൽ നിന്ന് ക്ലോസ് ചെയ്യണ്ടല്ലോ. അപ്പൊ ഞാനിതൊന്ന് എഡിറ്റ് ചെയ്യുന്നുണ്ട്. എവിടെ ഇപ്പോ എഡിറ്റിങ്ങിന് ഓപ്ഷൻ? ചുള്ളൻ, താങ്ക് യു ബ്രോ. എവിടെ എഡിറ്റ് ചെയ്യാ? ഓക്കെ, ഡിസ്ക്രിപ്ഷനകത്ത് സജ്ജാദെ റിയാക്ട് ആക്ക്. യെസ് ബ്രോ, റിയാക്ട് ചെയ്യാം. ഗിറ്റബ് റിപ്പോ, ഗിറ്റബ് റിപ്പോന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോയില് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ആ സാധനം റിയാക്ട് ചെയ്യാം. അതിനു മുന്നേ ഞാനത് കോപ്പിറൈറ്റ് ഉണ്ടോ എന്നുള്ളത് നോക്കാം. സോ കോപ്പിറൈറ്റ് ഉണ്ടെങ്കിൽ നമുക്കൊരു പ്രശ്നമില്ല, ചെക്ക് ചെയ്ത് നോക്കണം ആദ്യം. കോപ്പിറൈറ്റിന്റെ കാര്യമല്ല, കൊല്ലം പഞ്ചായത്ത് എവിടെ ഇപ്പൊ കാണുന്നത്? 24th പാർട്ടി കോൺഗ്രസ് വിളയൂർ ലോക്കൽ കമ്മിറ്റി ഉരുണിയൻ പുലാവ് ബ്രാഞ്ച് സെക്രട്ടറി ആയി തിരഞ്ഞെടുക്കപ്പെട്ട സഖാവ് കണ്ടത്തൊടി സെയ്തലവിക്ക് അഭിവാദ്യങ്ങൾ. CPM വിളയൂർ ലോക്കൽ കമ്മിറ്റിയിലെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചു. ബ്രാഞ്ച് സെക്രട്ടറിമാർ ഉരുണിയൻ പുലാവ്, സൈതലവി കണ്ടത്തൊടി. വാർത്തലയോ നല്ലത് എന്താണ്? 45 കൊല്ലത്തെ പഞ്ചായത്ത് ഭരണമാണ് പഞ്ചായത്ത് ഭരണം. മലയാളം വായിക്കണം, വായിച്ച് മറന്നു. ഇംഗ്ലീഷിൽ ഞാൻ പറയാം. പഞ്ചായത്ത് ഭരണം പോയതിൽ വിളയൂരിലെ ബ്രാഞ്ച് സഖാവ് കണ്ടത്തൊടി തെറിവിളിയും കൊല്ലുമെന്ന് ഫോണിൽ ഭീഷണിയും. ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. ഇതൊന്നും കോപ്പിറൈറ്റ് ഇട്ടില്ല, നോ മ്യൂസിക്. പക്ഷെ ചെക്ക് ചെയ്ത് നോക്കാം എന്ത് തെറിയാണ് വിളിക്കുന്നത് നോക്കാം. കണ്ടത്തോടി ചെയ്തല്ലോ. പറ, എന്താ പ്രശ്നം? എവിടുക്ക വരണ്ടേന്നോ? ആയിക്കോട്ടെ, അത് നമുക്ക് തീരുമാനിക്കാം. ഇങ്ങോട്ട് പോ, പെരുന്തുറക്കുവാ. ഇജാരാ ചങ്ങായി? എങ്ങനെ പഞ്ചായത്ത് കിട്ടി കുറിച്ചിട്ടല്ല എന്റെ സ്വഭാവം. അന്നോട് മാത്രമല്ല ഈ വർത്തനം പറഞ്ഞേ. ഇതൊന്നും തുടിക്കലിൽ വന്നിട്ട് ഒരുപാട് അനാവശ്യം വിളിച്ചു പോയി. ആയിക്കോട്ടെ.
ആണോ ജില്ലറിയില്ല ആ ഇജാരാ എന്റെ മോനെ അല്ല ഇജാരാ അത് പറഞ്ഞിക്ക ആദ്യം അത് വളരെ പ്രശ്നം ഉള്ള കണ്ടന്റ് ആണ്. സൗണ്ട് ഉണ്ടേ, സൗണ്ട് ഇട്ടില്ല. അതിന്റെ ചാനലിന്റെ മോണിറ്റൈസേഷൻ എഫക്ട് ചെയ്യുന്ന കണ്ടന്റ് ആണ്. അപ്പോ ഇത്രയും വലിയ കാര്യങ്ങളിലൊക്കെ ഞാൻ ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഓൽക്ക് അതിൽ ശരിക്കും ഇടപെടേണ്ട ആവശ്യം ഉണ്ടാവില്ല. റസാക്കെ അതുകൊണ്ട് ഞാൻ ഇടപെടുന്നില്ല. സോ എന്താ ശരിക്കും ആളെന്താ ഉദ്ദേശിച്ചത്, ആരായാലും ജയിച്ചു തോറ്റെന്നുള്ള നമുക്ക് ഒരു ഐഡിയ ഇല്ല. ഓ നിന്റെ നാട്ടിലാണോടാ അത്? ഹോളി തിജ്, ഹോളി ഷിറ്റ്. അപ്പോ എല്ലാവർക്കും എൻ്റെ ശുഭദിന അല്ല ഹാപ്പി ന്യൂ ഇയർ. ന്യൂ ഇയർ പ്രമാണിച്ച് 13 ജനുവരി നമ്മൾ ലൈവ് ഇടുന്നു, ലൈവ് ഇട്ട് കഴിഞ്ഞിരിക്കുന്നു. സോ എല്ലാവർക്കും എൻ്റെ എല്ലാവരുടെയും കുടുംബാംഗങ്ങൾക്കും ഇങ്ങനെ റസാക്ക് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അടി പൊട്ടും, വേണ്ട മച്ചാൻ അടി പൊട്ടും. നിർത്തി നമ്മൾ നിർത്തി. അപ്പൊ എല്ലാവർക്കും എൻ്റെ ഒരു സാധനം ഓഫാക്കി കഴിഞ്ഞാല് അപ്പൊ എല്ലാവർക്കും എൻ്റെയും എൻ്റെ സുഹൃത്തുക്കളുടെയും വക ഹൃദയം നിറഞ്ഞ ന്യൂ ഇയർ ആശംസകൾ. തൊപ്പി 144p. യെസ് ബ്രോ. അതെ, മാലിക് വാക്കിക്ക് വായിച്ചാൽ എനിക്കുള്ളൂ. ഓറെ ഡെഡ് എന്റെ നാട്ടിത്താണ്. അന്റെ നാട്ടിത്തോലെ അങ്ങനെ വരൂ. അന്റെ നാട്ടിത്തോലെ ഞാൻ ഈ ആയതുകൊണ്ട് പറയല്ല, അന്റെ നാട്ടിത്തോലെ അങ്ങനെ വരൂ. മുപ്പരാളെ വെച്ച് നമുക്ക് ഡയറക്റ്റ് ഇന്റർവ്യൂ എടുക്കാം. അതാണ് ഇതിലേറ്റവും ചെയ്യാൻ പറ്റിയൊരു ബെറ്റർ ആയിട്ടുള്ള കാര്യം അല്ലെ? ഒന്ന് മാറിക്കൊടുത്ത എല്ലാരും ഒക്കെ ഒന്ന് കണ്ട് പോർട്രേറ്റിലിടാം. നിസാമ് കുട്ടിക്ക് മെസ്സേജ് അയക്കുന്നതാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. തത്സമയ ലൈവുമായി നിസാം കുട്ടിക്ക് മെസ്സേജ് അയക്കുന്നു. കുട്ടി എന്ത് പറഞ്ഞു? ചായ അടിച്ചോ? ഫുഡ് കഴിച്ചോ? ഇന്റർവ്യൂ ലൈവ്. അപ്പൊ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ, ഗുഡ് നൈറ്റ്. അതാണോ ലഡ്ഡു മച്ചാൻ? അതാണ് ലഡ്ഡു മച്ചാൻ. ഇതല്ല, അവിടെ കുട്ടിക്ക് മെസ്സേജ് അയച്ചാൽ ലഡ്ഡു മച്ചാൻ ലഡ്ഡു കഴിച്ച് ലൈവ് ചാറ്റ് നോക്കാണ്ട കുട്ടിക്ക് മെസ്സേജ് അയച്ചിരിക്കാം. എന്താണ് നമ്മൾ ഓനെ ചെയ്യേണ്ടത്? ഇത് വേറൊരുത്തൻ ഓനെ ഫോൺ വിളിക്കുക. കുട്ടിക്ക് നമ്മക്ക് മാത്രമില്ല, സങ്കടമൊന്നുമില്ല. സങ്കടമൊന്നുമില്ല. ലഡ്ഡു ഗാങ്, യെസ്, ലഡ്ഡു ഗാങ്. അപ്പോ ഇന്നത്തെ ലൈവ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കുറെ നേരമായി തുടങ്ങിയിട്ട്. ഇതുവരെയായിട്ട് ലൈവ് നിർത്തി പോകണില്ല. അപ്പൊ ഗുഡ് നൈറ്റ്. എന്തേലും കാര്യമുണ്ട് നെക്സ്റ്റ് ലൈവിൽ കാണാം. ഇന്ന് കുറച്ച് വൈബായിട്ടുണ്ട്. ഈ കൊല്ലത്തെ ഫസ്റ്റ് ലൈവ് ആണതെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ തന്നെ അല്ലേ? ആ ഓക്കെ. അപ്പോ രണ്ടാമത്തെ ലൈവാണ് ഈ കൊല്ലത്തെ. അപ്പോ ഈ കൊല്ലം ഏറ്റവും നല്ലൊരു കൊല്ലമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനല്ല, ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പോ നമുക്ക് ഇഷ്ടപ്പെട്ടുട്ടാ. ഇഷ്ടപ്പെട്ടിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ പഠിപ്പിക്കും. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്. ഗുഡ് നൈറ്റ്, ഹാവ് എ നൈസ് ഡേ. നമ്മള് കണ്ട് പൊറാട്ടയും ബീഫും വാങ്ങിത്തരാ. ഗുഡ് നൈറ്റ്. നെക്സ്റ്റ് ലൈവ് കാണാം. ബൈ. പൈസ വേണം. ലഡ്ഡു മച്ചാൻ, ലഡ്ഡു ഓൺലി.